എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് രാവിലെ ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഈ അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജി ഒന്ന് അനലൈസ് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നിയത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനീഷ് പോയിട്ട് മറ്റ് കണ്ടസ്റ്റൻസിനെ പ്രൊവോക്ക് ചെയ്യും, അവർ പ്രൊവോക്ഡ് ആയിട്ട് റിയാക്ട് ചെയ്യും. ഈ പ്രൊവോക്കിംഗ് ഗെയിം സ്ട്രാറ്റജി നമ്മൾ ഇതിനു മുമ്പുള്ള പല സീസണുകളിലും കണ്ടിട്ടുമുണ്ട്. അതിന് അത്യാവശ്യം സപ്പോർട്ടും ഉണ്ട്. ഇവിടെ അനീഷ് ഏതെങ്കിലും ഒരു വ്യക്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഗെയിമല്ല, മറിച്ച് അവിടെയുള്ള ബാക്കി 18 കണ്ടസ്റ്റൻസിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഗെയിമാണ്. ഇപ്പോൾ ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും, ഒരു കൂട്ടം ആൾക്കാർ എവിടെ നിന്ന് സംസാരിച്ചാലും, ഇപ്പോൾ കിച്ചണിൽ നിന്നിട്ട് കുറച്ച് പേര് സംസാരിച്ചാലും, അല്ല ബാത്റൂമിലാണേലും ബെഡ്റൂമിലാണേലും കുറച്ച് പേര് കൂടിയിരുന്ന് എവിടെ ഇരുന്ന് സംസാരിച്ചാലും അവരുടെ കോമൺ വിഷയം ഇപ്പം തന്നെ അനീഷാണ്. എന്ന് പറഞ്ഞാൽ അനീഷ് അവിടെ ഒരു കോമൺ വിഷയമായി കഴിഞ്ഞു. അനീഷിനെ കുറിച്ചൊരു അഭിപ്രായം അത് തീർച്ചയായിട്ടും നെഗറ്റീവാണ്, എന്നാൽ പോലും ഒരഭിപ്രായം ഈ 18 പേരിലും ഒരേപോലെ ഉണ്ടാക്കാനായിട്ട് അനീഷിന് കഴിഞ്ഞു. നമ്മളത് കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും. രാവിലെ മുതൽ ഓരോന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ചൊറഞ്ഞുകൊണ്ട് നടക്കുന്നു, അവർ തിരിച്ചെന്തെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്യുന്നു, അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ഞാൻ അതിൽ സീരിയസ് ആയിട്ട് കാണുന്നൊരു വശം എന്താണെന്ന് വെച്ചാൽ, അനീഷ് വളരെ നന്നായിട്ട് അനീഷിൻ്റെ ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ വളരെ നോർമലായിട്ടുള്ള മനുഷ്യന്മാരെ ഒരു ബഹുമാനവും ഇല്ലാതെ നമ്മളോട് ഭയങ്കര പുച്ഛിച്ച് നമ്മുടെ അടുത്ത് ആരെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറിറ്റേറ്റഡ് ആവും. ചിലപ്പോൾ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ അവരെ ഇഗ്നോർ ചെയ്യും. എങ്ങനെയായാലും നമ്മളത് മൈൻഡ് ചെയ്യും, നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കും എന്നുള്ളതാണ്. എന്നാൽ ഇത് അനീഷിൻ്റെ അടുത്ത് ചെയ്താലോ, അനീഷ് അവിടെയുള്ളവരെ കൂടുതൽ ഇറിറ്റേറ്റഡ് ആക്കും. വളരെ നോർമലായിട്ട് മറ്റുള്ളവരെ ഇറിറ്റേറ്റഡ് ആക്കി റിയാക്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം അനീഷ് സൈലൻ്റ് ആവും. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രൊവോക്ഡ് ആവുന്നവർ വളരെ ലൗഡായിട്ട് തിരിച്ച് അനീഷിൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യുകയും അനീഷ് വളരെ നോർമലായിട്ട് ഇവരെ ഇറിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജിയും ഇത് തന്നെയാണ്. അവിടെയുള്ളവരുടെ വളരെ ബേസിക് ആയിട്ടുള്ള ഇമോഷൻസിനെ ഹർട്ട് ചെയ്യുക, റിയാക്ട് ചെയ്യിപ്പിക്കുക. അപ്പം ഇന്ന് രാവിലെ നടന്നിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് പറഞ്ഞാൽ, പുകഞ്ഞ കൊള്ളി പുറത്തു നിന്നുള്ളൊരു ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഷാനവാസ് തറയിൽ കിടക്കുകയാണ്. അനീഷ് ഷാനവാസിൻ്റെ അടുത്ത് ചെന്നിട്ട് ഷാനവാസിനോട് പറയാണ്, നിന്നെ ഞാൻ ഉറക്കില്ലടാ, ഞാനിവിടെ ഉള്ളപ്പം നീ ഉറങ്ങില്ലടാ. എന്നിട്ട് ഷാനവാസ് കണ്ണടച്ച് കിടക്കുമ്പോൾ ഷാനവാസിൻ്റെ അടുത്ത് ചെന്നിട്ട് ചെരുപ്പിട്ട് തറയിൽ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് എടാ ഷാനവാസേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പുച്ഛത്തോടെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിൻസിനെ വിളിക്കുന്നുണ്ട്, എടി ബിൻസി എന്ന്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഇറിറ്റേഷൻ തോന്നി. ഷാനവാസ് പ്രൊവോക്ഡായി തിരിച്ച് അനീഷിൻ്റെ അടുത്ത് പറയാണ്, നീയല്ല നിൻ്റെ വിചാരിച്ചാലും, അതായത് വീട്ടിലുള്ളവരെയാണ് ഷാനവാസ് പറയുന്നത്. അനീഷ് പറഞ്ഞതിൻ്റെ ഒരു പടി മുകളിൽ മോശമായിട്ടാണ് ഷാനവാസ് തിരിച്ച് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അനീഷ് എന്താ ചെയ്യുന്നത്? അനീഷ് സൈലൻ്റ് ആയിട്ട് നിന്നിട്ട് ഷാനവാസിനെ കൂടുതൽ ഇറിറ്റേറ്റഡ് ആക്കി. ഇപ്പം നമ്മളൊരാൾ ഹർട്ട് ചെയ്തു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മളൊരാൾ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിപ്പിച്ചു. എന്നിട്ട് ഈ ദേഷ്യം പിടിപ്പിച്ച് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ഈ ദേഷ്യം പിടിപ്പിച്ച ആൾ തന്നെ വന്നിട്ട് നമ്മളോട് പറയുകയാണ്, നീ ദേഷ്യപ്പെടാതെ വളരെ സമാധാനമായിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ദേഷ്യം വരികയല്ലേ ചെയ്യാം. അനീഷും അതുപോലെ തന്നെയാണ്. അനീഷ് മാക്സിമം ഇറിറ്റേറ്റ് ചെയ്ത് ഭീകരമായിട്ട് തിരിച്ച് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും അനീഷ് സൈലൻ്റ് ആയിട്ട് നിന്നിട്ട് നമ്മളെ കൂടുതൽ ഇറിറ്റേറ്റഡ് ആക്കും. അപ്പോൾ അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജി ഇത്രയേ ഉള്ളൂ, വളരെ ബേസിക് ആയിട്ടുള്ള ഇമോഷൻസിനെ ഹർട്ട് ചെയ്യുക, അവരെ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക. അവിടെ ഉള്ളവരുടെ ഇമോഷൻസ് വെച്ച് തന്നെയാണ് അനീഷ് കളിക്കുന്നത്. അപ്പം നമുക്ക് തോന്നും, അനീഷ് അപ്പം അവിടെ ഫേക്ക് ആയിട്ടല്ലേ നിൽക്കുന്നത്, ഇങ്ങനെ ഒരു ഇമോഷൻസും ഇല്ലാതെ ഒരാൾക്ക് നിൽക്കാൻ പറ്റുമോ, അനീഷ് ഫേക്ക് അല്ലേ എന്ന് തോന്നും. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം അനീഷിന് അങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റും? മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരാഴ്ച. നമ്മുടെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടർ അതിൽ കൂടുതലൊന്നും ഹൈഡ് ചെയ്ത് വെച്ച് നിൽക്കാൻ പറ്റില്ല. മറിച്ചാണെങ്കിൽ ഇതേപോലെ തന്നെ അനീഷിൻ്റെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്ത് മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്ത് ഇതേപോലെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോസിറ്റീവോ നെഗറ്റീവോ അനീഷ് ഒരു സ്ട്രോങ് പേഴ്സൺ ആണെന്ന് പറയേണ്ടി വരും. ഇപ്പോൾ അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജിനോട് എതിരഭിപ്രായമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇത് റിയാലിറ്റി ഷോയാണ്, ഇവിടെ ഫേക്കായിട്ട് നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നവരുണ്ടാവും. പക്ഷേ അനീഷ് ഇതേപോലെ തന്നെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ അനീഷ് ഫേക്ക് ആണെന്ന് പറയാൻ പറ്റൂല. മറ്റൊരു സ്ട്രോങ് മെൻ്റൽ കപ്പാസിറ്റി ഉള്ള ഒരാളാണെന്ന് പറയേണ്ടി വരും. ഈ അനീഷിൻ്റെ ഗെയിം സക്സസ് ആവുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, അനീഷ് മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യുന്നത് ഒരു പരിധിയിൽ നിർത്തുകയും അവർ തിരിച്ച് റിയാക്ട് ചെയ്യുന്നത് ഭയങ്കര ഓവറായി പോവുകയും ചെയ്യുമ്പോൾ
അനീഷിനത് പോസിറ്റീവായിട്ട് വരും. അങ്ങനെ അനീഷിൻ്റെ ഗെയിം സക്സസ് ആവുകയും ചെയ്യും. അപ്പോൾ അവിടെയുള്ള കണ്ടസ്റ്റൻസ് ഇത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് അവരുടെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അനീഷിൻ്റെ തട്ട് താഴും, അനീഷ് വീഴും. മറിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസം കണ്ടതുപോലെ തന്നെയാണ് അവിടെയുള്ള ആൾക്കാർ റിയാക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അനീഷ് കൂടുതൽ സക്സസ് ആവാനാണ് സാധ്യത. ഏതായാലും ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം റിയൽ ആയിട്ടുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് കാണാം.